വർഷങ്ങളായുള്ള സേവന പാരമ്പര്യവുമായി മാണി സൺസ് സൂപ്പർ മാർക്കറ്റ് ഓട്ടുപാറ. ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള പലചരക്ക് വ്യഞ്ജനങ്ങൾ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാൻ മാണി സൺസ് സൂപ്പർ മാർക്കറ്റ്. ബ്രാൻഡഡ് അരികൾ, പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ, ബ്രാൻഡഡ് കറി പൗഡറുകൾ, സ്പൈസസ്, ഡ്രൈ ഫ്രൂട്ട്സ്, എസൻസ് എന്നിവയും സ്റ്റീൽ, അലുമിനിയം, പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം. വ്യാപാരികൾക്കായി ഹോൾസെയിൽ സംവിധാനം. എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ഒരു കുടക്കീഴിലൊരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മാണി സൺസ് ജില്ലാ ആശുപത്രിക്ക് സമീപം ഓട്ടുപാറ, വടക്കാഞ്ചേരി. ഫോൺ നമ്പർ 9072303443 8078417443. അകമലയിൽ വീണ്ടും കാട്ടാനകൾ നാടിറങ്ങി കൃഷി നശിപ്പിച്ചു. അകമല പാറയിൽ വീട്ടിൽ ഗോവിന്ദൻകുട്ടിയുടെ വീടിനോട് ചേർന്നുള്ള പറമ്പിലെ തെങ്ങ്, കവുങ്ങ്, വാഴ എന്നീ വിളകൾ കാട്ടാനകൾ നശിപ്പിച്ചു. വിളവെടുക്കാറായ നെല്ലും വ്യാപകമായി നശിപ്പിച്ച നിലയിലാണ്. ആനഭീതിയിൽ വാഴത്തോട്ടങ്ങളിൽ തീയിട്ടാണ് ജനങ്ങൾ രാത്രികാലങ്ങളിൽ കഴിഞ്ഞു പോകുന്നത്. ഈ പ്രദേശത്ത് കാട്ടാന ശല്യം രൂക്ഷമായിട്ട് 3 വർഷം പിന്നിടുമ്പോഴും അധികൃതർ വേണ്ട നടപടി സ്വീകരിച്ചില്ലെന്നും പരാതിയുണ്ട്. 3 പ്രാവശ്യം എൻ്റെ ആദ്യത്തെ പ്രാവശ്യം ഞാൻ കൃഷിഭവനിലൊന്നും പറഞ്ഞില്ല. ഒരു 8 തെങ്ങും തൈ ആദ്യം കളഞ്ഞു. പിന്നീട് 32 തെങ്ങും തൈ കളഞ്ഞു. ഇപ്പോൾ 5 മിന്നാന്ന് 4 കളഞ്ഞു. 70 വാഴ കളഞ്ഞു. നെല്ല് ഒരു 8 പറക്കി ഇപ്പോൾ കളഞ്ഞു. ഫോറസ്റ്റ് പിന്നെ വരാണ്ടിരിക്കാൻ കാവൽക്കാരനെ നിർത്തിയിട്ട് തീയിട്ട് ചെണ്ട കൂട്ടുക പാട്ട. അപ്പോൾ കുറച്ച് പേരെ ഈ തീ കണ്ടുകൊണ്ട് ആന ഇങ്ങോരെ കണ്ടത്തിൽ ഞാറിട്ട കണ്ടത്തിൽ ഇറങ്ങിയപ്പോൾ എന്ത് ചെയ്തു, ടോർച്ചടിച്ചു. ഇവർക്ക് സംശയം തോന്നിയപ്പോൾ ആന കയറിപ്പോയി. അവർ ഇങ്ങോരെ അടുത്ത് മിണ്ടാണ്ടിരിക്കുക. അവർക്ക് വെറുതെ അവരിയ്ക്കില്ല. 3 ആൾ കാവലിരിക്കുകയാണ്. അവർക്ക് ഒരു 500 രൂപയെങ്കിലും വെച്ച് കൊടുക്കണ്ടേ. അപ്പോൾ ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ ഇന്ന് വരെയും കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും കൊടുത്തിട്ട് തന്നെ വരണം. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനായി RRT സംവിധാനമോ വൈദ്യുതി വേലിയോ ഇതുവരെയും സ്ഥാപിച്ചിട്ടില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. ആനകൾ നാടിറങ്ങി കൃഷി വ്യാപകമായി നശിപ്പിക്കുന്ന സാഹചര്യത്തിൽ നിരവധി കർഷകർ കൃഷി ഇറക്കുന്നത് നിർത്തിവെച്ചിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.